അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ എന്റെ കയ്യിരിക്കുന്ന പപ്പടമാണ്. ഈ പപ്പടം കൊണ്ട് നമുക്ക് ഇന്ന് അടിപൊളി ഒരു തോരൻ തയ്യാറാക്കിയാലോ. കിടുക്കാച്ചയായിട്ടൊരു തോരൻ നമുക്ക് തയ്യാറാക്കാം. നല്ല ടേസ്റ്റുമാണ്. ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കണക്ക് ചെയ്ത് നോക്കും. അപ്പം അതിന്റെ റിസൾട്ട് അടിപൊളിയായിരിക്കും. അപ്പം പറഞ്ഞ കൊണ്ട് നീട്ടുന്നില്ല. അപ്പൊ എല്ലാ പ്രാവശ്യം പറഞ്ഞ പോലെ നിങ്ങൾ എന്റെ സപ്പോർട്ട് ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട് കൂട്ടുകാരെ. നിങ്ങൾ സപ്പോർട്ടാണ് എന്റെ ബലം. അപ്പൊ എന്തെങ്കിലും പോരാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. എല്ലാം ഒന്ന് ക്ഷമിക്കുക. അപ്പൊ നേരെ നമുക്ക് ഇത് കണ്ടിട്ട് വന്നാലോ. അപ്പൊ നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ വെച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തൊരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കരിയാപ്പില. ഇനി 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത്. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പപ്പടം ചെറിയ പീസുകളായിട്ട് പിച്ചിട്ട് കൊടുക്കുക. അപ്പൊ നമ്മളെല്ലാം പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി പതുക്കെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ കേട്ടോ. നമ്മൾ പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ. ഇനി നമുക്കിനകത്ത് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ പീരയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പപ്പടത്തോരൻ എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ പപ്പടം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോ അങ്ങനല്ല ചേർത്തിരിക്കുന്നത്. രണ്ടിനും 2 ടേസ്റ്റ് ആണ് കേട്ടോ കൂട്ടുകാരെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്ത് നോക്കുക, അടിപൊളിയാ. അപ്പൊ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കൂട്ടുകാരെ.